അപ്പോൾ ഈ ഡിഡക്റ്റബിൾ എന്താ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,00,000 രൂപയാണ് നമ്മൾ ഡിഡക്റ്റബിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആവുകയാണ്. എന്തെങ്കിലും കേസിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരുടെയാണ് ഈ പോളിസി ഹോൾഡേഴ്സ് അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ ഈ 1,00,000 ആദ്യം നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കുക. ഒരു കൈൻഡ് ഓഫ് കോപ്പേ എന്ന് തന്നെ പറയാം. ദാറ്റ് ഈസ് നമ്മൾ ഈ 1,00,000 ഡിഡക്റ്റബിൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കും. ആ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന ബില്ലുകൾ ഇപ്പൊ 10 ലക്ഷത്തിന്റെ എന്ത് കവറേജ് വേണമെങ്കിലും ബാക്കി ഈ പോളിസിയിൽ നിന്ന് കവർ ആവും. അപ്പോൾ നമ്മുടെ പ്രീമിയം ഒരു 20-25 ആയിട്ട് കുറയുകയും ചെയ്തു. നമ്മളിപ്പോൾ എല്ലാ കൊല്ലവും അഡ്മിറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരണമെന്നോ നിയമമില്ല, അല്ലെങ്കിൽ നിർബന്ധമില്ല. അങ്ങനെ ആവുമ്പോൾ ഈ എന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്നു ആ സമയത്ത് നമ്മുടെ ആ ബില്ലിൽ നമ്മളൊരു 1 lakh അല്ലെങ്കിൽ വാട്ട് എവർ ദ ഡിഡക്റ്റബിൾ എമൗണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ ബാക്കി കവർ ആവും. ഇങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രീമിയം കൺട്രോളിൽ കുറച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചോദ്യം വരാൻ പോകുന്നത്, അയ്യോ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കയ്യിൽ നിന്ന് നമ്മൾ ഇത്രയും ലംസമായിട്ട് ഒരു 1,00,000 എടുത്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിക്കും. വൺസ് ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സമയത്ത് ഒരു ക്രഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ വി വിൽ അറേഞ്ച് ഇറ്റ് ഫ്രം അവർ ഫ്രണ്ട്സ് ഓർ വി ക്യാൻ പുട്ട് ഇറ്റ് ഫ്രം ദി ക്രെഡിറ്റ് കാർഡ്. ബട്ട് ദാറ്റ് ഇസ് എ ടൂൾ വിച്ച് ക്യാൻ റെഡ്യൂസ് ദ പ്രീമിയം ഓഫ് യുവർ പേരൻസ് ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം 30,000 to 40,000 എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറവാണ് ഒരു ഇയർലി ഒരു 20,000 അല്ലെങ്കിൽ ഒരു 25,000. ഇങ്ങനെയാണ് നമ്മൾ സീനിയർ സിറ്റിസണിന് എപ്പോഴും പോളിസി എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം.